നല്ല ചൂട് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടുള്ള വെജ് സ്റ്റൂവിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇരിക്കുന്തോറും ഒന്നും കൂടി തണുത്ത് കുറുകി വരുന്തോറും ടേസ്റ്റ് കൂടി വരുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ അടിപൊളി സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സ്റ്റൂ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ പാം ഓയിലോ അതേപോലെ തന്നെ റിഫൈൻഡ് ഓയിലോ ഒന്നും ചേർക്കരുത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ, അതാണ് ശരിക്കും ടേസ്റ്റ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, അതേപോലെ തന്നെ ഒരു കുഞ്ഞൊരു കഷ്ണം കറുകപ്പട്ട, കൂടെ തന്നെ തക്കോലത്തിൻ്റെ ഒരു 2 കുഞ്ഞു പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. ഇതിലേക്കാണ് മീഡിയം വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. സവാളയുടെയും പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പച്ചമണം മാറി ശരിക്കും ഒന്നും കൂടെ വാടി വരണം. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതായതുകൊണ്ടാണ് നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തത്. കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പൊടികളുടെ ആണെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഒരു 5-6 ബീൻസ് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബീൻസ് ഒരുപാട് അങ്ങോട്ട് ചെറുതാക്കണ്ട കേട്ടോ. ഒരു 1/4 കപ്പ് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് ശരിക്കും ഒന്നും കൂടി ചൂട് കയറി വന്നതിന് ശേഷം വേണം ഇതിനകത്തേക്ക് 2 പാലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ഒരുപാട് വലിപ്പത്തിലും അതേപോലെ തന്നെ തീരെ അങ്ങോട്ട് പൊടിയായിട്ടും അരിയരുത്. ഈ ഒരു കനത്തിലൊക്കെ അരിഞ്ഞാൽ മാത്രം മതി കേട്ടോ. 2 പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ശരിക്കും ഒന്നും കൂടി വേവിച്ചെടുക്കാം നമുക്ക്. സമയം ലാഭിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതേപോലെ തന്നെ കുക്കറിലും ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും നമ്മുടെ പച്ചക്കറിയൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിൽ ഇതേപോലെയും ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. മൂടി വെച്ച് റെഡിയാക്കി എടുക്കാവേ. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അതിനുശേഷം ഇതേപോലെ ഇടയ്ക്ക് 1-2 തവണ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും ഒന്നുകൂടി വെന്ത് വന്നതിന് ശേഷം വേണം ഇതിനകത്തേക്ക് തേങ്ങയുടെ 1 പാലും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ പതുക്കെ ഒന്ന് കുറുകി നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഒന്നങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിനായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ തേങ്ങയുടെ 1 പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. 1 പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് 1 പാലും അതേപോലെ തന്നെ അതേ കപ്പിന് തന്നെ 2 കപ്പ് 2 പാലും ആട്ടോ നമ്മൾ എടുത്തത്. ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി നല്ലോണം തന്നെ ഒന്നും കൂടി ചൂട് കയറി വരണം. ഞാനിവിടെ പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളച്ച് കുറുക്കിയൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിള വന്നാൽ മാത്രം മതി. ഇതിലേക്ക് നെയ്യിൽ ഫ്രൈ ചെയ്ത കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണേ. ആവശ്യത്തിന് ഉപ്പ് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് തണുത്ത് വന്നു കഴിയുമ്പോൾ ശരിക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം ഒന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ വലിയ ചൂടൊക്കെ ഒന്ന് തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ആ വലിയ ചൂടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ആണെങ്കിലും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ചൂട് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇതേപോലെ ഒന്നും കൂടി ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.